ഇപ്പോൾ അവർ ആക്കില്ലെങ്കിൽ കേരള സർക്കാർ എന്തെങ്കിലും ഒരു ആ ഡ്രഡ്ജിങ് മിഷൻ അവിടെ കൊണ്ടുവന്നിട്ട് ആ വണ്ടി എടുക്കുന്നു അർജുനെ മേലെ എടുത്തിട്ട് പിന്നെ രണ്ടുപേർ അവിടെ തന്നെ പിന്നെ ലോക്കൽ ജഗന്നാഥ് അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കൊരു ഓർമ്മയുണ്ട്. കണ്ടിപ്പായിട്ട് നിങ്ങളെല്ലാം സഹಕಾರ വേണം സർക്കാർ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് നിങ്ങൾ ഇത്ര നിനക്ക് അർജുൻ്റെ ഒരു എല്ലാവരും പ്രാർത്ഥന ആക്കി കേരളക്കാർ ಅದಕ್ಕೆ ನಾನು ಎಲ್ಲರಿಗೂ കൈയെടുത്ത് കുമ്പിടുവേ. അതേ മാതിരി അർജുനെ ഇവിടെ കൊണ്ടുവരുന്നവർക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് പണ്ണെന്നാണ് കൈയെട്ട് കുമ്പിടുവേ. അവിടെയുള്ള നമ്മളൊരു MLA സാറ് നല്ല ഉണ്ട്. അവർ സതീഷ് അവർ 2-3 പ്രാവശ്യം വരുവാറെന്ന് ചൊല്ലി ഇപ്പോൾ ഒരുപാട് ലേറ്റായി. ലേറ്റായി ഇപ്പോൾ മഴ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടാവും. പിന്നെ എത്ര നാളെന്ന് നോക്കണം. ആ വണ്ടി ഉള്ളിൽ ഇപ്പോൾ 32-34 ദിവസമായി. എന്നെങ്കിലും അവനെ എടുത്തിട്ട് ഇവിടെ ഈ കേരളക്ക് കൊണ്ടുവരണം. ഡ്രഡ്ജിങ് മിഷൻ ಬಂದಿല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. എന്തെങ്കിലും ആ ഡ്രഡ്ജിങ് ആക്കിയാൽ മാത്രം വണ്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൽ എവിടെയെങ്കിലും ഫുള്ള് ഒരു 30 അടിൻ്റെ ഒരു വലിയ ഒരു സ്പോട്ട് അതിൽ മണ്ണുണ്ട്. പിന്നെ 30 അടി താഴെ ഉണ്ട്. പിന്നെ ഒരുപാട് ഒരു പ്രത്യേക ഒരു മണ്ണ് ഗുഡായി അതിനെ ഡ്രഡ്ജിങ് എടുത്താൽ മാത്രം കാണും അടിയിൽ. ഫണ്ട് ചെയ്തിട്ട് സർക്കാരിൻ്റെ വിശ്വാസം ബരലില്ല. അവിടെ ಬಂದಿಲ್ಲ. അവിടെ വന്നാൽ മാത്രം ആവും. ഡ്രഡ്ജിങ് ആക്കിയാൽ മാത്രം ആ വണ്ടി എടുക്കണം. ഇപ്പോൾ നമുക്ക് ಯಾರು സർക്കാർ ഫണ്ട് പ്രശ്നമെന്ന് ചൊല്ലിയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാനും അവസരം അനുസരിച്ച് കർണാടക സർക്കാരിന് പൈസ ഇല്ലാത്ത രീതിയിലാണ് നമുക്കുള്ള പ്രതികരണങ്ങളെല്ലാം. ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് ഒരു 90 ലക്ഷം രൂപ മുടക്കാൻ ഇപ്പോൾ കർണാടക സർക്കാരിന് അനുമതിയില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ നമ്മളെ വൈകിക്കാൻ വൈകുന്നത്. ഇപ്പോൾ അതല്ലാതെ തന്നെ നമ്മുടെ മനഫ് ലോറി ഉടമ പുള്ളി പറയുകയും ചെയ്തു, നിങ്ങളുടെ കർണാടക സർക്കാരിന് എടുക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചെക്കനെ എടുക്കാതിരിക്കാൻ. പുള്ളിയുടെ തൊഴിലാളിയായിരുന്നു ഈ പറഞ്ഞ അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കുള്ള ആ ഒരു വികാരം ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും. അവന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കിട്ടിയാൽ അത് ആ കുടുംബത്തിനൊരു ഉപകാരം, കുടുംബത്തിന് ഒരു ആശ്വാസമാണ്. അതുതന്നെയല്ല, ഈ ഇതിനോടൊപ്പം തന്നെ അവിടെ 2 കുടുംബങ്ങൾ വേറെയും കിടപ്പുണ്ട്. ഞങ്ങൾക്ക് അവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പണിയെടുക്കുന്നത്. ഞങ്ങളിവിടെ നേരമോ കാലമോ നോക്കാണ്ടാണ്. എത്ര ഒഴുക്കുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഒരു സപ്പോർട്ടില്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ ഒളിച്ച് വരെ പോയി ഡൈവ് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം അവരുടെ ആ മക്കളുടെ കരച്ചിൽ കേട്ട് ഈശ്വരനോട് വന്ന് സംസാരിക്കും. ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം സേഫ്റ്റിയിൽ അന്നത്തെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പ്രൂഫായിട്ട് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ എന്ത് പറ്റിയാലും ഞങ്ങൾ ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി സ്വന്തമായിട്ട് അവരുടെ ആ ഒരു വിഷമത്തിന് വേണ്ടി ഞങ്ങളവിടെ സെർച്ച് ചെയ്തു. അപ്പോഴും 1 മണിക്കൂർ കൂടുതൽ ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ പോലീസ് വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. അതാണ് ഇപ്പോൾ അവിടുത്തെ സിസ്റ്റം. അതായത് കർണാടക സിസ്റ്റം ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. നമുക്ക് നിലവിൽ ഇവിടുന്ന് നമ്മുടെ കേരള സർക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നടത്തി നമുക്കവിടെ ഒരു മിനിമം ഒരു 5 ദിവസമെങ്കിലും നമുക്കവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ പണിയെടുക്കാൻ ഒരു അനുവാദം തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മളവിടെ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ.